ഇടുക്കിക്കാരൻ ബിജു എന്ന ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് മുമ്പിൽ ഓൺലൈനായിട്ട് വന്നതിന് കാരണം ഞാൻ പറയാവേ. അതായത് ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ക്രൈം എന്നൊരു ചാനലിൽ വന്ന ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. യൂട്യൂബ് ചാനലിൽ വന്ന ന്യൂസ്. അത് ക്രൈമിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഒരുവിധം നല്ല റീച്ചുള്ള ഒരു ചാനലാണ്. പക്ഷേ അവർ ചില കാര്യങ്ങളും മിസ്യൂസ് ആക്കുന്നുണ്ട് എന്നാണ് ഞാൻ 4 മാസങ്ങൾക്ക് മുമ്പ് ന്യൂസിനെ പറ്റി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം ആ ന്യൂസിൽ ബാംഗ്ലൂരുള്ള സെൻറ്റ് ഫിലോമിനാസ് ഹോസ്പിറ്റൽ കോളേജ് ഓഫ് നേഴ്സിംഗുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ കോളേജിനെ പറ്റി അതിൻ്റെ അകത്ത് ഞാൻ ആ ന്യൂസ് മൊത്തം കേട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത്, അതായത് അവിടെ പഠിക്കുന്ന മക്കളെ, അതായത് നേഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിനെ വളരെയധികം ടോർച്ചർ ചെയ്യുന്നു. പിന്നെ അവർക്ക് അത്യാവശ്യത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല. ഈവൻ വെള്ളം യൂസ് ചെയ്യാനുള്ള വെള്ളം പോലും കിട്ടുന്നില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു അവർ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കാരണം ഇത് ഞാൻ എന്തുകൊണ്ട്, നിങ്ങൾ ചിന്തിക്കായിരിക്കും 4 മാസം എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തു, ഇതുവരെ പ്രതികരിച്ചില്ലല്ലോ എന്ന്. കാരണം അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ഇങ്ങനെ നമുക്കൊരു ചാനൽ സ്വന്തമായിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ, അതായത് നമുക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാനിവിടെ ഒരു എക്സ് എംപ്ലോയി ആയിരുന്നു. സെൻറ്റ് ഫിലോമിനാസ് ഹോസ്പിറ്റൽ 2007 മുതൽ 2024 ജാനുവരി 31 വരെ ഞാനിവിടെ വർക്ക് ചെയ്തിരുന്നില്ലെങ്കിൽ എനിക്ക് അതായത് ഹോസ്പിറ്റലിനെ പറ്റിയും അവിടുത്തെ കോളേജിനെ പറ്റിയും, കാരണം ഈ JMJ സിസ്റ്റേഴ്സിനെ പറ്റി എനിക്ക് നല്ലപോലെ അറിയാവുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. കാരണം അതിൻ്റെ അകത്ത് ഒരു കാര്യം മാത്രമേ അവർ പറയുന്നുള്ളൂ. അതായത് കുട്ടികൾക്ക് സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്നും, അല്ലെങ്കിൽ അത്യാവശ്യത്തിനുള്ള പ്രാഥമിക ആവശ്യത്തിനുള്ള വെള്ളം പോലും കിട്ടുന്നില്ല എന്നും, പിന്നെ അവർ വളരെ മോശമായി പെരുമാറുന്നു എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ അതിനെ രണ്ടിനെയും ഞാൻ ഖണ്ഡിക്കുകയാണ്. കാരണം ഇത്രയും വർഷം 10-17 വർഷം അവിടെ സർവീസ് ചെയ്ത് ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അവിടുത്തെ മാനേജ്മെൻറ്റ് എങ്ങനെയെന്നറിയാം, അവിടുത്തെ സ്റ്റാഫ് എങ്ങനെയെന്നറിയാം, അവിടെ വരുന്ന സ്റ്റുഡൻസ് എങ്ങനെയെന്ന് എനിക്കറിയാം. ആ കോളേജിനുള്ള പേരും എനിക്കറിയാം. കാരണം ഇന്ന് വൺ ഓഫ് ദ ലീഡിങ് കോളേജാണ് സെൻറ്റ് ഫിലോമിനാസ് കോളേജ് എന്ന് പറയുന്നത്. കാരണം അവിടെ അഡ്മിഷൻ കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതായത് റിലീജിയസ് നടത്തുന്ന കോളേജ് എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട് എല്ലായിടത്തും. കാരണം അതുകൊണ്ടാണല്ലോ ഒരു പരിധിവരെ നമ്മുടെ കാർന്നവന്മാർ, പേരൻസ് അവരെ അങ്ങോട്ട് അയക്കുന്നത്. കാരണം എൻ്റെ സിസ്റ്റർ തന്നെ, എൻ്റെ ഓൺ സിസ്റ്റർ പഠിച്ചത് വേറൊരു കോളേജിലാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ തന്നെയാണ്. പക്ഷേ അവിടെ അതിനുള്ള സൗകര്യം, അതായത് ഹോസ്പിറ്റൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യമില്ലായിരുന്നു. ഓൺലി പഠിത്തം മാത്രം അവിടെ. ബാക്കി അവർ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ വേറെ ഏത് ഹോസ്പിറ്റലിൽ പോയി പ്രാക്ടീസ് ചെയ്യണം. എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സെൻറ്റ് ഫിലോമിനാസ് കോളേജ് ഓഫ് നേഴ്സിംഗ് എന്ന് പറയുന്നത് ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അവർക്ക്. അത് കാരണം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആ കോമ്പൗണ്ടിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അവർക്ക് പ്രാക്ടിക്കലിന് വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കിടക്കുകയാണ്. കാരണം അന്ന് അവർ പ്രിൻസിപ്പലിനെ പറ്റിയാണ് കൂടുതലായിട്ട് അവർ കംപ്ലയിൻറ്റ് പറഞ്ഞത്. കാരണം ആ പ്രിൻസിപ്പലിനെ എനിക്ക് നേരിട്ടറിയാവുന്നൊരു വ്യക്തി എന്ന നിലയിൽ, കാരണം എനിക്ക് അവർ പറഞ്ഞതിനെ തീർത്തും ശരിക്കും നിരാകരിക്കാൻ പറ്റും. കാരണം അവരൊരു ഗോഡ് ഫിയറിങ് ലേഡി ഒന്ന്. രണ്ടാമത്തെ കാര്യം സ്ട്രിക്റ്റാണ്, ശരിയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, നമ്മൾ മക്കളെ വളർത്തുമ്പോൾ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവരെ നമ്മളൊരു മിക്ക ഇതും നമ്മൾ കറക്റ്റ് ചെയ്യാത്ത ഒരു രീതിയിലുള്ള പാരൻറ്റിങ് ആണല്ലോ ഇപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും അത് പിന്നെ അവിടെ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് തന്നെ പോകണം. സ്ട്രിക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? കോളേജ് തന്നെ സമാധാനം പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രിക്റ്റ് എന്ന് പറയുന്നത്, ഹോസ്റ്റലിലെ സ്ട്രിക്റ്റ്. കാരണം തീർച്ചയായിട്ടും അവർക്ക് പോകാനുള്ള ടൈം, കാര്യങ്ങൾ, ഫോണിൽ സംസാരിക്കാനുള്ള ടൈം, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു പേരൻസിനും തോന്നത്തുമില്ല. കാരണം ഇപ്പം എൻ്റെ മോളുണ്ട്. എൻ്റെ മോള് ഇപ്പം ഞാനിവിടെ അവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക്
എന്നെ സംബന്ധിച്ചിടത്തോളം അവളുടെ സുരക്ഷയാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ എൻ്റെ മോളുടെ സുരക്ഷയാണ്. അപ്പോൾ ഓരോ പേരൻസിനും അവരുടേതായ സുരക്ഷയ്ക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആര് ഈ ചാനലിന് ഈ മെസ്സേജ് കൊടുത്തു എന്നുള്ളതിനെ പറ്റിയൊന്നും നമുക്കറിയില്ല. പക്ഷേ 1-2 പേര് ചിലപ്പോൾ കൊടുത്തിരിക്കാം, അതല്ല പ്രശ്നം. പക്ഷേ എന്താണ് ആക്ച്വലി അവിടെ നടക്കുന്നതെന്ന് നിങ്ങളറിയണം അല്ലേ. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, കാരണം നല്ല ക്വാളിഫൈഡായ ടീച്ചേഴ്സ്, പിന്നെ നല്ലൊരു മാനേജ്മെൻറ്റ്, പിന്നെ ഏറ്റവും കൂടുതൽ സേഫ്റ്റി, കാരണം അവിടെ സെക്യൂരിറ്റി ആണെങ്കിലും അങ്ങനെ എല്ലാ സൗകര്യത്തിലുള്ള സൗകര്യങ്ങൾ അവർക്കുണ്ട്. 24 ഓൺ ലൈബ്രറി ഉണ്ട്. അതായത് ഒട്ടുമിക്ക എല്ലാ ബുക്സും അവർക്ക് അവിടെ വായിക്കാൻ പറ്റും. എല്ലാ സൗകര്യങ്ങളോടും ലൈബ്രറി, പിന്നെ അങ്ങനെ ക്യാൻറ്റീൻ ഫെസിലിറ്റി. എന്താണ് അവിടെ ഇല്ലാത്തത്? എല്ലാ ഫെസിലിറ്റിയോടും കൂടി ഇത് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയതല്ല, അതാണ് സത്യം. അപ്പോൾ ഞാനിത് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാനുണ്ടായ കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇതാണ് ശരിക്കുമുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഉള്ള. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇത്രയും പഴക്കം, അതായത് 1937 തുടങ്ങിയതാണ് ഹോസ്പിറ്റൽ. അത് പിന്നെ കോളേജും അതിനടുത്തോട് തന്നെ, അതായത് ലേറ്റർ 1940 ആ സമയത്ത് തുടങ്ങി കോളേജ്. അപ്പോൾ 40 അല്ലെ 45 അങ്ങനെ. അപ്പം ഇത്രയും വർഷത്തെ അവരുടെ പരിചയം, ഇതെല്ലാം അവിടെ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ള പിന്നെ ബെനിഫിറ്റ്സാണത്. ഇത്രയും നല്ലൊരു സ്കൂളിൽ പഠിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് കാരണം. ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. കാരണം ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഇങ്ങനെ മോശമായ രീതിയിൽ വാർത്ത വരുന്നത് കാര്യമില്ലാത്ത കാര്യത്തിന്, അതായത് 1% പോലും അതിൻ്റെ അകത്ത് ന്യായമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പുറത്ത് പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് വിഷമം തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് സംവാദിച്ചത്. പിന്നെ വേറൊരു കാര്യം, അവിടെ ഒരിക്കലും ഇങ്ങനെ ഒരു ക്രൈം ചാനൽ, ഇങ്ങനെയൊരു ചാനൽ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഇങ്ങനെ വന്ന് പറയുന്നത് കൊണ്ട് ആ കോളേജിന് പ്രത്യേകിച്ചൊന്നും ഒരു മാറ്റം ഉണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ പിള്ളേർ വരാതിരിക്കുകയോ പഠിക്കാതിരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അവിടെ എപ്പോഴും തന്നെ, അതായത് 100% ഇത് ഫുള്ളാണ്. അതായത് സീറ്റ് ഫുള്ളായിട്ടാണ് ആ കോളേജ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണാജനകമായ ഇങ്ങനെയുള്ള ന്യൂസുകളെ ജനങ്ങൾ വിശ്വസിക്കരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.